നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പഴയകാല 4 മണി പലഹാരമാണ്. കണ്ണൂർ സൈഡിലൊക്കെ ഉരുളിയപ്പം എന്നും അല്ലെങ്കിൽ ചീനയപ്പം എന്നൊക്കെ പറയുന്ന ഏകദേശം നമ്മുടെ കലത്തപ്പത്തിനോട് തന്നെ സാമ്യമുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് പച്ചരിയാണ്. പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കണം. ഇനി സാധാരണ നമ്മൾ കലത്തപ്പത്തിനൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലോട്ടേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ സവാള തന്നെ പൊടിയായി അരിഞ്ഞിട്ട് അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 4-5 ചെറിയുള്ളിയൊക്കെ ഉപയോഗിച്ചാൽ മതിയാകും. ചെറിയുള്ളി ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ പാനിലോട്ടേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യിലാണ് നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത്. ഈ ഒരു പലഹാരത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നേന്ത്രപ്പഴം തന്നെയാണ്. കാരണം ഇത് നമ്മൾ ഈ ബാറ്ററിലോട്ടേക്ക് എങ്ങനെ ചേർക്കുന്നു അതാണ് ഇതിനെ കലത്തപ്പത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ ആദ്യം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് പഴം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് പഴം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ഒത്തിരി കളറ് മാറി വരുന്ന രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തുടങ്ങി 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതും നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് 1/4 ഭാഗത്തോളം ഇതിനകത്തോട്ടേക്ക് ചേർക്കണം. നെയ്യിൽ വാട്ടിയെടുത്ത പഴം ഇതിലോട്ട് ചേർത്ത് അരച്ചെടുക്കുമ്പോഴാണ് അപ്പത്തിൻ്റെ നല്ല കറക്റ്റായിട്ടുള്ള സ്വാദ് കിട്ടുന്നത്. അപ്പോൾ വാട്ടിയ നേന്ത്രപ്പഴവും തേങ്ങ ചിരകിയതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരിത്തിരി മാത്രം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെറിയ ജീരകമാണ് ഇതിലോട്ടേക്ക് ഉപയോഗിക്കുന്നത്. ഈ ഒരു പലഹാരത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ 1 ഗ്ലാസ് പച്ചരി എടുത്തു, അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന അളവുകളൊക്കെ ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിൽ നിന്ന് കുറച്ച് ഭാഗം അതുപോലെ ചെറിയുള്ളി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ ചേർത്തത് ഏലക്കപ്പൊടിയാണ്. ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഏലക്കപ്പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ അങ്ങോട്ട് മാറ്റി വെച്ച് ഇതിലോട്ടുള്ള ശർക്കര പാനി റെഡിയാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് അളവിൽ ശർക്കര പൊടിച്ചെടുത്ത് അളന്നെടുത്തിട്ടാണ് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സെയിം ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ശർക്കര പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉരുക്കിയെടുത്ത് ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. എന്നിട്ട് നല്ല ചൂടോടുകൂടി നല്ല തിളച്ച ശർക്കര പാനി തന്നെ നമ്മൾ കലത്തപ്പത്തിൽ ചേർക്കുന്ന അതേ രീതിയിൽ നമ്മുടെ ഈ ഒരു പഴം മിക്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട ഒരു സ്റ്റെപ്പാണിത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ല തിളച്ച പാനി തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഫൈനലായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ നമ്മുടെ നോൺ സ്റ്റിക്ക് വെള്ളയപ്പൊക്കെ ചുടുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്താണ് ചുടുന്നത്. ഇത് ശരിക്കും ഒതൻറ്റിക്കായിട്ട് ചുടുവാണെങ്കിൽ ചീനച്ചട്ടിയിലും ഉരുളിയിലുമാണ് ചുട്ടെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുത്തതിനകത്തോട്ടേക്ക് 1 തവി ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പഴം നെയ്യിൽ വാട്ടിയതും ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുത്ത് അടച്ചു വെക്കണം. കുറഞ്ഞ തീയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഇത് വെന്ത് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ കരിഞ്ഞ് ഉൾഭാഗം വേവാത്ത രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി കുക്കായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് വളരെ കുറഞ്ഞൊരു സമയം, ജസ്റ്റ് ഒരു കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്നങ്ങ് മൊരിയിച്ചെടുക്കണം. അത്യാവശ്യം മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് ഈ ഒരു പലഹാരം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതായത് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട്.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ പഴം ഉരുളിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കലത്തപ്പത്തിൻ്റെ ഓൾമോസ്റ്റ് സെയിം ബാറ്റർ തന്നെയാണെങ്കിലും ടേസ്റ്റിൽ അത്യാവശ്യം നല്ല ഡിഫറൻസും ഉണ്ട്. നെയ്യിൽ വാട്ടിയ പഴം ചേർത്ത് അരക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രുചിയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത ഒരു പലഹാരമാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഉരുളിയുള്ളവർക്ക് ഉരുളിയിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.